ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാണ്. മെഴുകുതിരി വെച്ച് നല്ല ഭംഗിയുള്ള കുറച്ച് പൂക്കളാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ച് ഈസി ആയിട്ട്, അതും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഈ ഫ്ലവേഴ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനു മുമ്പ് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം പ്ലീസ്. ഒപ്പം കാണുന്ന കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മിസ്സാവാണ്ട് കിട്ടും. ഇനി വേഗം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമുക്ക് ഈ ഫ്ലവേഴ്സ് ഉണ്ടാക്കാനുള്ള മെയിൻ ഇൻഗ്രീഡിയൻറ്റ് മെഴുകാണേ. ഞാനിവിടെ ഇപ്പോൾ ഒരു 3 മെഴുകുതിരികൾ എടുത്തിട്ടുണ്ട്. ആദ്യം ഇതൊന്ന് ഉരുക്കിയെടുക്കണം. അതിനായിട്ട് ഈ മെഴുകുതിരികളെല്ലാം കൂടി ഒടിച്ച് ഒരു പാത്രത്തിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ ഫ്ലവേഴ്സിന് വേണ്ടിയുള്ള മെഴുക് ഉരുക്കുന്നത് ഡബിൾ ബോയിൽ ചെയ്തിട്ടാണ്, അല്ലാതെ ഡയറക്റ്റ് ആയിട്ടല്ല. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തൊന്ന് തിളയ്ക്കാൻ വെക്കണം. വെള്ളം ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് തുടങ്ങുമ്പോൾ നമ്മൾ മെഴുകിട്ട പാത്രം ഉണ്ടല്ലോ, അത് ഇതിന് മുകളിലോട്ട് വെച്ച് കൊടുക്കണം. വെള്ളത്തിൻ്റെ ചൂട് തട്ടിയിട്ട് മെഴുകങ്ങ് ഉരുകി തുടങ്ങിക്കോളും. മെഴുക് കംപ്ലീറ്റ് ആയിട്ട് നന്നായിട്ട് ഉരുകി കിട്ടണം. ഇപ്പോൾ ദേ വെള്ളം പോലെ ഉരുകി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ മെഴുകുതിരിക്കുള്ളിലെ ആ നൂലൊക്കെ ഇപ്പോൾ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നൂലൊന്നും വേണ്ട, ഇതെന്തെങ്കിലും ഉപയോഗിച്ചങ്ങ് ഇതിൽ നിന്ന് എടുത്ത് മാറ്റണം. ഇനി ഇതിലേക്ക് നിങ്ങൾ ഏത് കളറ് ഫ്ലവേഴ്സാണോ ഉണ്ടാക്കാൻ പോകുന്നത് ആ കളറിലുള്ള ഒരു പീസ് ക്രയോൺ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു പിങ്ക് ക്രയോൺ ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വൈറ്റ് പൂക്കൾ മതിയെന്നുണ്ടെങ്കിൽ ക്രയോൺ ഇടണ്ട കേട്ടോ. നമ്മൾ ഉരുക്കിയെടുത്ത മെഴുക് ഞാനിപ്പോൾ കൈ മുക്കാനുള്ള ഒരു സൗകര്യത്തിനായിട്ട് ചെറിയൊരു പാത്രത്തിലോട്ട് മാറ്റി. അടിയിൽ നമ്മൾ ആ തിളപ്പിച്ച വെള്ളം തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനൊരു ബൗളിലോട്ട് കുറച്ച് ഐസ് ക്യൂബ്സും എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ദേ ഈ ഒരു ബ്രാഞ്ചിലാണ് ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇങ്ങനെ കുറച്ച് ബ്രാഞ്ചസ് ഉള്ള ചെറിയ ചെറിയ ചെടിയുടെ കൊമ്പുകളൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അതില്ലെന്നുണ്ടെങ്കിൽ ഈർക്കിലാണെങ്കിലും മതിയേ. ഞാനിപ്പോൾ ഈ ഒരു ബ്രാഞ്ച് ഗ്രീൻ കളർ ഫാബ്രിക് പെയിൻറ് ചെയ്തൊന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പൂക്കളങ്ങ് ഉണ്ടാക്കി തുടങ്ങാം. നമ്മൾ വിരൽ ഉപയോഗിച്ചാണ് ഈ പൂക്കൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വിരലുകൾ പൊള്ളാതിരിക്കാനായിട്ട് ആദ്യം തന്നെ നല്ല തണുത്ത ഐസ് വാട്ടറിൽ വിരലുകളൊന്ന് മുക്കണം. കൈ നന്നായിട്ട് തണുക്കണം, എങ്കിൽ മാത്രമേ നമ്മുടെ കൈ പൊള്ളാതെ ഇരിക്കത്തുള്ളൂ. അതേപോലെ തന്നെ നമ്മൾ മുക്കി കഴിയുമ്പോൾ ആ മെഴുക് നന്നായിട്ട് പെട്ടെന്ന് വിട്ട് വരണമെങ്കിലും കയ്യിൽ നല്ല തണുപ്പ് വേണം. അപ്പോൾ ആദ്യം തന്നെ നന്നായിട്ട് നമ്മുടെ കൈ ഒന്ന് തണുപ്പിക്കുക. അതിനുശേഷം മെഴുകിലേക്ക് വിരലുകൾ മുക്കിയിട്ട് നമ്മൾ എവിടെയാണോ പൂക്കൾ ഉണ്ടാക്കാൻ പോകുന്നത് ആ ഭാഗത്തേക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. മെഴുക് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് വിരലിങ് ഈസി ആയിട്ട് വിടിവിച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഇപ്പോൾ മെഴുകിൻ്റെ ചൂടൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട്. വിരൽ പതിയെ റിമൂവ് ചെയ്യാൻ ഞാൻ നോക്കുകയാണ്. ഇത് പെട്ടെന്ന് തന്നെ വിരലിങ് എടുക്കാൻ പറ്റും. ഇതേ കണ്ടില്ലേ, ഫ്ലവർ ഒരെണ്ണം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കൈയൊന്നും പൊള്ളില്ല കേട്ടോ. നമ്മൾ നല്ലതായിട്ട് തണുപ്പിച്ചിട്ടാണല്ലോ മെഴുകിലോട്ട് മുക്കുന്നത്, അതുകൊണ്ട് കൈ പൊള്ളുമെന്ന് പേടിക്കണ്ട. പിന്നെ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെന്നൊന്നും ഇല്ല. കാരണം നമുക്ക് കൺഫ്യൂഷൻ ആയിരിക്കും എപ്പോഴാണ് എത്ര സമയം കഴിഞ്ഞാണ് വിരലുകൾ തിരിച്ചെടുക്കേണ്ടതെന്നൊക്കെ. ഒരു 2-3 ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ട്രിക്ക് അങ്ങ് മനസ്സിലായിക്കോളും. അടുത്ത ഫ്ലവറും റെഡിയാണ്. പിന്നെ ഫ്ലവേഴ്സിൻ്റെയൊക്കെ വലിപ്പം ഉണ്ടല്ലോ, അത് നമ്മൾ എത്ര ഡീപ്പായിട്ട് ഈ മെഴുകിൽ കൈ മുക്കുന്നോ അതനുസരിച്ചിരിക്കുവേ. നമ്മൾ വിരലിൻ്റെ ടിപ്പ് മാത്രമേ ജസ്റ്റ് ഒന്ന് മുക്കുന്നുള്ളെങ്കിൽ വളരെ ചെറിയൊരു ഫ്ലവർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതല്ല, കുറച്ച് ആഴത്തിൽ നമ്മൾ മെഴുകിലേക്ക് വിരലുകൾ മുക്കിയാൽ സാമാന്യം വലിയൊരു ഫ്ലവർ നമുക്ക് കിട്ടും. പിന്നെ നമ്മളിപ്പോൾ 3 വിരലുകൾ മുക്കിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്ക് 3 ഇതളുള്ള ഫ്ലവർ കിട്ടും. കുറച്ചുകൂടി വലിയ പൂക്കൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ 4 ഫിംഗേഴ്സ് യൂസ് ചെയ്യാം. അതല്ല തീരെ ചെറിയ പൂക്കൾ മതി എന്നുണ്ടെങ്കിൽ 2 വിരൽ യൂസ് ചെയ്താൽ മതി. ദേ അടുത്ത പൂവും റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നോ, മെഴുക് ഉരുക്കിയിട്ട് നമ്മൾ ഫാനിന് താഴെയൊന്നും കൊണ്ടുവച്ചിട്ട് ഫ്ലവേഴ്സ് ഉണ്ടാക്കാനായിട്ട് ഇരിക്കല്ലേ. കാരണം മെഴുക് വീണ്ടും പഴയ പോലെ
കട്ട പിടിച്ചങ്ങ് സെറ്റായിപ്പോവും പെട്ടെന്ന് തന്നെ. അതേപോലെ തന്നെ നമ്മൾ കൈ മെഴുകിൽ മുക്കിയിട്ട് വിത്തിൻ സെക്കൻഡ്സിനുള്ളിൽ തന്നെ സ്റ്റിക്കിലോട്ടങ്ങ് കൈ അങ്ങ് പ്രസ് ചെയ്യണം, അല്ലെങ്കിൽ മെഴുകങ്ങ് കട്ടയായി പോവും. പിന്നെ എപ്പോഴും നമ്മൾ ഫ്ലവേഴ്സ് മുഴുവൻ ഉണ്ടാക്കി കഴിയുന്നത് വരെ നമ്മൾ ഈ മെഴുക് ഡബിൾ ബോയിൽ ചെയ്ത ചൂടുവെള്ളം ഉണ്ടല്ലോ അതിൽ തന്നെ ആ പാത്രം വെച്ചേക്കുക. അപ്പോൾ ഒന്നും മെഴുക് കട്ട പിടിച്ച് പോകത്തില്ല. അങ്ങനെ ഞാൻ ഈ ഒരു ബ്രാഞ്ച് ഫുള്ളായിട്ട് പൂക്കൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളാണ്, എന്നാൽ എന്ത് ഭംഗിയാണ് ഇത് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ. നമുക്കിത് നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റി അനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. ചെറിയ പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ മുറിക്കകത്ത് വെക്കുന്ന ഒരു ചെറിയ ബ്രഹ്മി പ്ലാന്റ് ആണ്, അക്വേറിയത്തിന് എടുത്തായിട്ട്. ഇതിലേക്ക് അങ്ങ് കുത്തി നിർത്തിയിട്ടുണ്ട്. ഫ്ലവർ വേസ് ഒക്കെ പഴയതുണ്ടെങ്കിൽ അതിലായാലും ചെയ്ത് വെച്ചാൽ മതി. കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് വിത്തിൻ മിനിറ്റ്സിനുള്ളിൽ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ ഇത്തരം ക്രാഫ്റ്റ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരൊന്ന് ചെയ്ത് നോക്കണേ. ആ ഫോട്ടോസൊക്കെ നമ്മുടെ ഫേസ്ബുക്ക് പേജായ കറിവേഡ് ബൈ ദേവാസ് മോമിൽ ഷെയർ ചെയ്യാനും പേജ് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഒപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടി ഷെയർ ചെയ്യാനും മറക്കല്ലേ പ്ലീസ്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസ് ഉണ്ടെങ്കിൽ അതും താഴെ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് പറയുക. വീഡിയോസിൻ്റെ ഒക്കെ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് പ്ലീസ് ആ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൂടി ഒന്ന് ചെക്ക് ചെയ്തേക്കണേ. സോ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്